ത്തിന്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളുടെ നടുവിൽ തൻ്റെ കൂടെ ആരുമില്ലാതിരുന്നപ്പോഴും അവൻ ഒറ്റയ്ക്ക് പിശാചിനോടും പാപത്തോടും ലോകത്തോടും പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുകയാണ്. ക്രൂശിൽ വരുന്നതിന് മുൻപ് തന്നെ ആ പ്രാർത്ഥനാ മണ്ഡലങ്ങൾക്കകത്ത് യേശു കർത്താവ് ക്രൂശിനെ ജയിക്കുവാനുള്ള വിജയം എടുത്തു കഴിഞ്ഞു. ഗത്സമനയിൽ വന്ന ദൂതൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്നില്ല. ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒരുപക്ഷേ നിന്റെ കഷ്ടതകളുടെ നടുവിൽ ചിലപ്പോൾ ഇറങ്ങി വന്നെന്നിരിക്കത്തില്ല. നീ എവിടെ വെച്ച് പ്രാപിച്ചോ ആ പ്രാപിച്ച ആത്മബലം കൊണ്ട് വേണം ചിലതിനെ നേരിടുവാൻ. അവൻ്റെ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ അവൻ്റെ ക്രൂശ് ചുമക്കാമായിരുന്നു. പക്ഷേ ക്രൂശ് ചുമക്കുവാൻ കൂടെ നടന്ന ശിഷ്യന്മാരുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ക്രൂശിൻ്റെ അനുഭവം കണ്ടിട്ടില്ലാത്ത ഒരു ഹല്ലേലൂയ കുറേനക്കാരനായ ശിമോന്റെ തോളിലേക്ക് ഈ ക്രൂശ് വെച്ച് കൊടുക്കുമ്പോൾ യേശു അവനെ ഒന്ന് നോക്കി. അതിനായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുന്നു. നമ്മൾ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടായിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിലാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് അധികം വകയൊന്നുമില്ല. എന്നാൽ കർത്താവ് സർവശക്തനാണ്. അവൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചത് അവൻ്റെ ഓഹരിക്ക് പാത്രവാഹരാകുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റം ആ ദേശത്തിൻ്റെ വിടുതലായിത്തീരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉണർവ് തുടങ്ങുന്നത് മെസ്സേജിനകത്തല്ല, സ്റ്റേജിലെ വർഷിപ്പിനകത്തല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ളൊരു കാര്യമുണ്ടാകുമ്പോഴല്ല. ഉണർവ് തുടങ്ങുന്നത് നമ്മളിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോഴാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ആ ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ സ്നേഹത്തെ കാണുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ പാപബോധത്താൽ കുറ്റബോധത്താൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു നിമിഷം നമ്മളെ അവൻ്റെ പാദപീഠത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ അവിടെയാണ് തീ കത്തുവാൻ തുടങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ മുറികൾക്കകത്തുനിന്ന് ആ ഉണർവുകൾ തുടങ്ങുന്നത്. നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യമുണ്ട്, വെള്ളിയാഴ്ച ഒരു 10-17 പേര് കാണും. പക്ഷേ പ്രാർത്ഥനാ സമയങ്ങളിൽ ഏകദേശം 5-6 പേരിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാറില്ല. ഒരുപക്ഷെ സൂം മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, കൊറോണ വന്ന് മനുഷ്യൻ്റെ ജീവിതമെല്ലാം മാറ്റിമറിച്ചല്ലേ. കൊറോണ വന്നതിന് ശേഷം സഭയ്ക്കകത്തെ ആരാധനകൾ മാറിപ്പോയി. എല്ലാവരും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ സൂം ഓഫ് ചെയ്ത് വെച്ചിട്ട് അവരവരുടെ ജോലികൾക്കകത്ത് മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്തുള്ളത്. എന്നാൽ ദൈവം നോക്കുന്നത് അവരവരുടെ ഹൃദയങ്ങളെയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു? കാരണം നമ്മൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതും ഓടുന്നതും എല്ലാം ഹല്ലേലൂയ ഈ മൺമറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ്. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവ് വരുമ്പോൾ നിത്യതയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ആക്ച്വലി കർത്താവ് വന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി തന്ന് തൻ്റെ രാജ്യം സ്ഥാപിച്ചപ്പോൾ തന്നെ നിത്യത സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ അവൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്കൊരിക്കലും കർത്താവ് വന്നാലും അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടായിരിക്കുക. ഒരു വാക്യം ഒന്ന് വായിക്കാൻ നമുക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊന്ന് ശബ്ദമുയർത്തി ആരെങ്കിലും വായിക്കാം. നമ്മൾ വായിച്ച ഈ വേദഭാഗം യേശു കർത്താവിൻ്റെ മരണത്തിന് മുന്നോടിയായി നടന്ന ഒരു ശുശ്രൂഷയ്ക്ക് മുമ്പ് താൻ പറയുന്നൊരു കാര്യമാണ്. നമ്മളിന്ന് കർത്താവിൻ്റെ തിരുമേശ നമ്മൾ കൈക്കൊണ്ടല്ലേ. അപ്പോൾ നാളുകൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മർക്കോസിൻ്റെ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ യേശുവും തൻ്റെ 12 ശിഷ്യന്മാരും ഒരുമിച്ച് ആഹാരം കഴിക്കുവാൻ കൂടി വന്നു. ഇതിൻ്റെ നടുവിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഖണ്ഡം വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം അവൻ പോയി, യൂദാ പോയി അല്ലേ. അന്ന് രാത്രിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു രാത്രിയുടെ യാമത്തിലാണ് യേശുവിനെ യൂദ ഒറ്റിക്കൊടുക്കുന്നത്. ഒരു പെസഹ രാത്രിയിൽ അവർ ഒരുമിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിനെ ഹല്ലേലൂയ ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പെസഹ കുഞ്ഞാട് അവർക്ക് വേണ്ടി അപ്പം മുറിച്ച് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാർ, യൂദ തൻ്റെ കൂടെ ആയിരുന്നപ്പോഴും യേശുവിന് അറിയാമായിരുന്നു യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. യേശുവിന് അറിയാമായിരുന്നു പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന്. യേശുവിന് അറിയാമായിരുന്നു താൻ ചുമക്കുന്ന ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ മാത്രമേ കാണത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെയും വിളിച്ചു ദൈവം വേർതിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മെക്കുറിച്ചും ദൈവത്തിനൊരു അറിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ആരാണോ, നാം എങ്ങനെയാണോ നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വേദഭാഗത്തിനകത്ത് അവർ ഇങ്ങനെ പറയും, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. ഇത് പറയുന്നത് യൂദ അപ്പം മേടിച്ച് ഭക്ഷിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ്. യൂദ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ യൂദയുടെ ജീവിതത്തിൽ താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അവരെല്ലാം പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവെ, ഞാനാണോ നിന്നെ ഒറ്റിക്കൊടുക്കുന്നത്? കാരണം ഇവർക്കാർക്കും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയത്തില്ല. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു അവരുടെ കൂടെയുള്ള ഒരുവൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇവർ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഏൽപ്പിച്ച കാര്യം നീ വേഗത്തിൽ ചെയ്യുക. കാരണം അല്പസമയം കൂടെ കഴിയുമ്പോൾ പിതാവ് തന്നെ ആഗ്രഹിക്കുന്നത് പോലെ ആ ക്രൂശിലേക്ക് നയിക്കാൻ പോവുകയാണ്. യേശു ഭൂമിയിൽ വന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായ വന്നതല്ലേ. അവൻ തൻ്റെ മഹിമാധനങ്ങളെയെല്ലാം മാറ്റിവെച്ചു. ഹല്ലേലൂയ. പിതാവിനോടുള്ള സമത്വത്തെ അവൻ മാറ്റിവെച്ചു. അതിനുശേഷം താൻ താഴേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. അവൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, അവൻ വന്ന ഉദ്ദേശം നിറവേറണം. ആ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് അവന് നിറങ്ങിച്ചെല്ലണം. നമുക്കറിയാം, ഞാൻ ഇന്നലെ സംസാരിച്ച് ചിലരെങ്കിലും വീഡിയോ എങ്കിലും കണ്ടു കാണും. അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു കർത്താവ് യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ അവനൊരു കഴുതക്കുട്ടിയുടെ പുറത്താണ് കയറി വരുന്നത്. അവൻ രാജാവായിട്ട് ആ ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. അവനെ ആരും രാജാവാക്കിയില്ല, എന്നാൽ അവനെ ആരും പുകഴ്ച കൊടുത്തില്ല, അവനെ ആരും അംഗീകരിച്ചില്ല. പക്ഷേ അവനൊരു കാര്യം അറിയാം, ദൈവം തന്നെ അയച്ചത് ഈ ജനത്തിൻ്റെ രാജാവായിട്ടാണ്, ഈ മുഴുലോകത്തിൻ്റെയും രാജാവായിട്ടാണ്. എന്നാൽ സാധാരണ മാനുഷികമായിട്ടുള്ള രാജാക്കന്മാർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് യേശു തെരഞ്ഞെടുത്തത് ഒരു കഴുതക്കുട്ടിയായിരുന്നു. സ്തോത്രം. രാജാക്കന്മാർ കുതിരപ്പുറത്ത് വരുമ്പോൾ അത് അധികാരം കാണിക്കുന്നു. എന്നാൽ കഴുതയുടെ പുറത്ത് വന്ന യേശു കർത്താവ് തൻ്റെ താഴ്മ, ഹ്യൂമിലിറ്റി കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ശലോമോൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള രാജാക്കന്മാരാരും കഴുതപ്പുറത്ത് വന്നിട്ടില്ല. അവരുടെ രാജാവിൻ്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തുവാനുള്ള വാഴ്ചകൾ നടക്കുമ്പോൾ അവരെപ്പോഴും കുതിരപ്പുറത്തോ അല്ലെങ്കിൽ മ്യൂളിൻ്റെ പുറത്തോ മാത്രമേ വന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സിയോൻ പുത്രിയെ ആർക്കുക, നിങ്ങളുടെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചന നിവർത്തീകരണത്തിന് വേണ്ടി യേശു കർത്താവ് കടന്നു വരുമ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരെല്ലാം ഈ കഴുതയുടെ മുകളിൽ ഹല്ലേലൂയ വസ്ത്രമിട്ട് അതിൻ്റെ മുകളിൽ യേശുവിനെ കയറ്റിയിരുത്തി. ബാക്കിയുള്ളവരെല്ലാം വഴിയിൽ ഹല്ലേലൂയ മരത്തിൻ്റെ ചില്ലകൾ വലിച്ചിട്ടു, അവരുടെ തുണികൾ താഴെയിട്ടു. ഇതിൻ്റെ മുകളിൽ കൂടെ കഴുതപ്പുറത്ത് യേശു കർത്താവ് കടന്നു വരികയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. യേശുവിന് അറിയാം, ലാസർ ഉയർത്തതിന് ശേഷം ഈ ജനത്തിൻ്റെ പദ്ധതി വലുതായിരുന്നു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ലാസറിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ പദ്ധതികൾ കൂടിയത്. കാരണം ജനത്തിൻ്റെ സമ്മതിദാനം അല്ലെങ്കിൽ ജനത്തിൻ്റെ പ്രിയം ഇവൻ്റെ മേൽ കൂടിയതുകൊണ്ട് യഹൂദന്മാരെല്ലാവരും ചേർന്ന്, പരീശന്മാരും പുരോഹിതന്മാരും ചേർന്ന് അവരുടെ കയ്യിലുള്ള പിടി പോകുമെന്ന് വെച്ചു. ആമേൻ. ഹല്ലേലൂയ. നോക്ക്, ദൈവം കൊടുത്ത അധികാരമല്ലാതെ ആർക്കും ഒരു അധികാരവുമില്ല. എന്നാൽ ദൈവം കൊടുത്ത അധികാരമുള്ള പുരോഹിതൻ, ദൈവം കൊടുത്ത അധികാരമുള്ള ദൈവത്തിൻ്റെ ജനം അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. ലാസറിനെയും കൊല്ലണമെന്ന് പോലും അവർ പറയുകയാണ്. കാരണം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആ റോമൻ ഗവൺമെൻറ് ഈ യഹൂദ മതത്തിലുള്ള ഇവരുടെ ആലയങ്ങളെയും ഇവരുടെ ജീവിത രീതികളെയും യേശു മുഖാന്തരം ഇല്ലാതാക്കുമെന്ന് അവർ കരുതി. ആലയത്തിനകത്ത് കച്ചവടം നടക്കുവാൻ തുടങ്ങി. പുരോഹിതന്മാർ ഹല്ലേലൂയ കന്നുകാലികളെ വിൽക്കുവാനുള്ള അനുവാദം അതിനകത്ത് കൊടുത്തു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ ആ ആലയത്തിനകത്ത് ബിസിനസ് തുടങ്ങുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കണം. അതിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ യേശു ആദ്യം ചെയ്തൊരു കാര്യം, ഹല്ലേലൂയ, അവൻ കഴുതയുടെ പുറത്ത് വന്നതിന് ശേഷം തൻ്റെ പിതാവിൻ്റെ ആലയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. യേശു ജീവിച്ചത് പുതിയ നിയമ കാലഘട്ടത്തിലല്ല, യേശു മരിച്ചതിന് ശേഷമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയത്, അല്ലേ? യേശു ജനിച്ചതും വളർന്നതും ജീവിച്ചതും മോശയിക ഹല്ലേലൂയ നിയമത്തിൻ്റെ മേളിലാണ്.
മോശയുടെ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ യേശു ജനിച്ചു, യേശു വളർത്തപ്പെട്ടു, യേശു മരിച്ചു. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ നിയമങ്ങളെല്ലാം അവൻ പാലിക്കുവാനിടയായി തീർന്നു. ഇവൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. അവരുടെ പൊൻവാണിഭ മേശകളെ അവൻ മറിച്ചിട്ടു, കന്നുകാലികളെ അവൻ അഴിച്ചുവിട്ടു. ഹല്ലേലൂയ. അവൻ വളരെ കോപത്തോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥനാലയം തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം നൽകി തന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിനകത്ത് എന്തെല്ലാം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സഭ വിശുദ്ധമായി ദൈവസേനയിൽ കാണപ്പെടണമെങ്കിൽ ഓരോ വ്യക്തിയും വിശുദ്ധമാക്കപ്പെടണം. സഭ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ നടുവിൽ ഇറങ്ങണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവസേനയിൽ വിശുദ്ധരാണെങ്കിൽ മാത്രമേ അവൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. യൂദാ ആയിരിക്കും ഒറ്റിക്കൊടുപ്പുകാരനെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായെന്നാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. എന്നാൽ യൂദാ ഒരിക്കലും ഒറ്റിക്കൊടുക്കുമെന്ന് തൻ്റെ ശിഷ്യന്മാർ പോലും ചിന്തിച്ചില്ല. യൂദാ യേശുവിൻ്റെ കൂടെ അത്താഴത്തിനിരുന്നു. യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയതിൻ്റെ കൂടെ യൂദയുടെയും കാല് കഴുകി. ഞാൻ മുമ്പേ പറഞ്ഞു, രാവിലെ ബൈബിൾ സ്റ്റഡിക്ക് പറഞ്ഞു, ദൈവത്തിൻ്റെ സഭ രൂപീകൃതമായത് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശു കർത്താവ് അരയിൽ തോർത്തു ചുറ്റി തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയപ്പോഴാണ്. ഇതാണ് സഭയുടെ ദൗത്യം. മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുക. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് സഭകൾക്കകത്ത് കാണാത്തൊരു കാര്യം, നാം എന്തൊക്കെയോ ആണെന്നുള്ളൊരു ചിന്ത. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, നമ്മുടെ തലമുറ, ഇതിനപ്പുറത്തോട്ട് നമുക്കൊരു കാഴ്ചപ്പാടില്ല. എന്നാൽ യേശു കർത്താവ് നമ്മെ കാണിച്ചു തന്നൊരു കാഴ്ച, തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിയാമെന്ന യൂദ അവിടെ ഉണ്ടായിരുന്നപ്പോൾ യൂദയുടെ കാല് കഴുകി. തന്നെ തള്ളിപ്പറയുമെന്നറിയാവുന്ന പത്രോസ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ പത്രോസിന്റെ കാല് കഴുകി. ഹല്ലേലൂയ. തന്നെ കൂട്ടം വിട്ട് മാറിപ്പോകുമെന്ന് പറഞ്ഞ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ യേശു അവരുടെയും കാലുകൾ കഴുകി. എന്താ ഇത് കാണിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തും ആരും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായും മറ്റുള്ളവരെ യോഗ്യമാവണ്ണം ദൈവസേനയിൽ നേടുന്നവരായും തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഇടയാക്കട്ടെ. യൂദാ പോയതിന് ശേഷം അടുത്തത് യേശു കർത്താവ് തിരിഞ്ഞത് പത്രോസിൻ്റെ നേരെയാണ്. പത്രോസിനോട് പറഞ്ഞു, ശിമോനെ, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് എന്തോ പറഞ്ഞേ? ഇല്ല കർത്താവേ, ഒരിക്കലുമില്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല. ആരാ പറഞ്ഞത്? യേശു കർത്താവല്ലേ പറഞ്ഞത്. അവനൊരു വാക്ക് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്നുമാ. അവൻ പറഞ്ഞ വാക്കിന് മുമ്പിൽ പത്രോസ് അവൻ്റെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുക, ഇല്ല, സംഭവിക്കത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുൻപ് കോഴി കൂവത്തില്ല. ഹല്ലേലൂയ. ഇനിയുമാണ് അവൻ്റെ ജീവിതത്തിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം വെളിപ്പെടുന്നത്. ഒരു മുഴുനീള രാത്രി പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. അവൻ തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ഗത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. യെരൂശലേമിൻ്റെ സമീപത്ത് കിദ്രോൻ തോട്ട് കടന്ന് അവർ ആ ഉദ്യാനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് ഇരിക്കുമ്പോൾ ഓർക്കണം, അന്ന് അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. താൻ പ്രാർത്ഥിക്കുവാൻ കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാർ അവിടെ കിടന്നുറങ്ങുകയാണ്. അവനറിയാം, ഈ പാനപാത്രം അവൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതാ, ഈ പാനപാത്രം അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതാ. കാരണം അടുത്ത ഒരു പകല് വരുന്നുണ്ട്. ഇന്നത്തെ രാത്രിയിലെ പ്രാർത്ഥനയാണ് അടുത്ത പകലിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടത്. ഇന്ന് പകൽക്കാലം കഷ്ടതകളുടെ നടുവിലേക്ക് കടന്നുപോയ ദൈവവേദലേ, നിന്റെ പ്രാർത്ഥനകളുടെ നടുവിൽ ആ കഷ്ടതയെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ദൈവം പകർന്നത്. എത്ര ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. എല്ലാവർക്കും കഷ്ടമില്ല കേട്ടോ, എല്ലാവർക്കും പ്രതികൂലമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളില്ല. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഒരു പക്ഷേ നമുക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ആ തീയുടെ ശോധനകൾക്കകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ പൊന്നുപോലെ ഒന്ന് ശുദ്ധീകരിച്ച് പുറത്തു വരുമ്പോഴാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ജനമായി തീരുന്നത്. അവൻ ഹല്ലേലൂയ അവിടെ മുട്ടുമടക്കുമ്പോൾ, അവൻ ആ ഗത്സമനയുടെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. തൻ്റെ നാഴിക വന്നുവെന്ന് യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് യേശു പറഞ്ഞ വാക്കെന്തുവാ? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. എന്തുവാ പാനപാത്രം?
കാരണം അവൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം അത്ര ഭാരമുള്ളതാ. മുഴുവൻ ലോകത്തിൻ്റെയും പാപം അവൻ വഹിക്കാൻ പോവുകയാ. പാപമില്ലാത്തവനെ പാപമാക്കി തീർക്കുവാൻ പിതാവ് നമുക്ക് വേണ്ടി തന്നതാ സ്വന്തം പുത്രനെ. പാപത്തിൻ്റെ ഭാരം എന്താണെന്ന് അറിയാമോ? അത് ചെയ്തവർക്കറിയാം. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർക്ക് തിരിച്ചറിയാം. കാരണം പാപം ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ അവന് ദൈവവുമായിട്ടും വ്യത്യസ്തമാണ്. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും നടക്കാത്തതുപോലെ പാപം ചെയ്ത വ്യക്തിക്ക് ദൈവത്തോട് ബന്ധമില്ല. യൂദ ഇരുട്ടിൽ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ ലോകത്തിൻ്റെ വെളിച്ചത്തെയാണ് തള്ളിക്കളഞ്ഞത്. യൂദയ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. യൂദ പക്ഷേ ഇരുട്ടിനെ തെരഞ്ഞെടുത്തു. ഇരുട്ടവനെ പിടിച്ചതല്ല. അവൻ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ 3.5 വർഷക്കാലം യേശുവിനെ വളരെ നന്നായിട്ട് അറിയാവുന്നവനായിരുന്നവൻ. ആമേൻ. തൻ്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും വെളിപ്പാടുകളും പകർന്നു കൊടുക്കുമ്പോൾ വ്യക്തമായി മറ്റുള്ളവരെക്കാൾ മനസ്സിലാക്കിയ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ ആ യൂദയ്ക്ക് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആ നാശയോഗ്യനല്ലാതെ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കിക്ക്, എന്തൊരു കഷ്ടമല്ലേ. ഈ ലോകത്തിൻ്റെ വെളിച്ചം മുമ്പിലിരിക്കുമ്പോൾ ഇരുട്ടിനെ തെരഞ്ഞെടുത്ത് ഹല്ലേലൂയ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞവൻ. ഇവർ ആ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുക, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറണം. കാരണം ഇതൊരു യുദ്ധമാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു യുദ്ധം. നിത്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശുവും അല്ലെങ്കിൽ ദൈവവും പിശാചും തമ്മിലൊരു യുദ്ധമാണ്. ഇതിൽ ആര് ജയിക്കുമോ അവർക്കായിരിക്കും അധികാരം, അവർക്കായിരിക്കും വിജയം. എന്നാൽ ഈ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ഈ ഉദ്യാനത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളുടെ നടുവിൽ തൻ്റെ കൂടെ ആരുമില്ലാതിരുന്നപ്പോഴും അവൻ ഒറ്റയ്ക്ക് പിശാചിനോടും പാപത്തോടും ലോകത്തോടും പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുകയാണ്. നമ്മളോർക്കും ക്രൂശിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വിജയമുണ്ടായെന്നല്ല. ക്രൂശിൽ വരുന്നതിന് മുൻപ് തന്നെ ആ പ്രാർത്ഥനാ മണ്ഡലങ്ങൾക്കകത്ത് യേശു കർത്താവ് ക്രൂശിനെ ജയിക്കുവാനുള്ള വിജയം എടുത്തു കഴിഞ്ഞു. ത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളുടെ നടുവിൽ തൻ്റെ കൂടെ ആരുമില്ലാതിരുന്നപ്പോഴും അവൻ ഒറ്റയ്ക്ക് പിശാചിനോടും പാപത്തോടും ലോകത്തോടും പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മൾ ക്രൂശിൽ വരുന്നതിന് മുൻപ് തന്നെ ആ പ്രാർത്ഥനാ മണ്ഡലങ്ങൾക്കകത്ത് യേശു കർത്താവ് ക്രൂശിനെ ജയിക്കുവാനുള്ള വിജയം എടുത്തു കഴിഞ്ഞു. ഇടം ബലഹീനമാണ് അല്ലേ? എൻ്റെ കൂടെ അല്പനാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലേ എന്ന് അവരോട് ചോദിച്ചു. പക്ഷേ അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു, ക്രൂശിൻ്റെ വേദനയേക്കാൾ അപ്പുറത്ത് അതിഭയങ്കരമായ വേദന അവൻ്റെ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. അവൻ്റെ നാഡീ നരമ്പുകൾക്കകത്തൂടെ അവൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് രക്തം ഒഴുകുകയാണ്. അവനെ ആരും ഉപദ്രവിച്ചില്ല, അവനെ ആരും ചമ്മട്ടി കൊണ്ട് അടിച്ചില്ല. പക്ഷെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നപ്പോൾ, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തധമനികൾക്കകത്തൂടെ വേർപ്പ് കണം പോലെ ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. നോക്കിക്കേ, ഒന്നല്ല 3 പ്രാവശ്യം അവിടെ സംഭവിച്ചത്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കുറിച്ചാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടു പോകരുത്. ഞാൻ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത്, ഞാൻ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത്, ഞാൻ ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ തനിച്ച് പോരാടിയതിനു ശേഷം അവൻ പറയുക, ഏലി ഏലി ലമ്മാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. കാരണം ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ അവൻ വെന്തെരിയുകയാണ്. ദൈവം അവൻ്റെ മുമ്പിൽ കണ്ണടച്ച് മാറുകയാണ്. കാരണം അവൻ പാപമായി തീർന്നു. പാപത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ രാവിലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ദാവീദിൻ്റെ കാര്യം പറഞ്ഞല്ലേ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് നമ്മുടെ സഭകൾക്കകത്തുണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. പാപത്തിൻ്റെ സംഭവങ്ങളൊക്കെ വളരെ സന്തോഷം തരും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ, ലോക മനുഷ്യരുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ ആണെന്ന് തോന്നും. പക്ഷേ ഈ പാപമെല്ലാം സംഭവിക്കുന്ന അവസാനം എന്തുവാ?
അത് നിത്യ നരകത്തിലേക്ക് നിങ്ങളെ തള്ളിവിടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ ഈ പാപത്തിൽ നിന്നെ വിടിവിക്കണം. യേശു ദൈവത്തെ അബ്ബ എന്ന് വിളിച്ച ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. സ്തോത്രം. ആരാമിക് ഭാഷയിൽ അബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അല്ലെങ്കിൽ പിതാവേ എന്നർത്ഥം. ഹല്ലേലൂയ. അവൻ പറയാ, അബ്ബ പിതാവേ, കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാനപാത്രം എങ്കിൽ നീക്കണം. യേശു പ്രാർത്ഥിച്ചാൽ പിതാവ് പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഇല്ല. പക്ഷെ അവിടെ പിതാവ് പറഞ്ഞു നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഗത്സമനയിൽ നിന്ന് ആ അവസ്ഥകളുടെ നടുവിൽ നിന്ന് ഓടിപ്പോവുകയോ അവൻ ആ പ്രവൃത്തികളെ കണ്ട് ഭീരുത്വത്തോടെ മാറി നിൽക്കുകയോ ചെയ്തില്ല. അവൻ പിതാവിനോട് പറഞ്ഞു, യെസ് ഡാഡാ, ഞാനത് ഏറ്റെടുക്കുവാൻ തയ്യാറാ. സ്തോത്രം. എന്തിനു വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിനെ മാറ്റുവാൻ ഒരിക്കലും യേശു കർത്താവ് പിതാവിനോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടോ? ഹല്ലേലൂയ. അവൻ എന്തിനാ വന്നത്? ക്രൂശിക്കപ്പെടാനാ വന്നത്. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാകാനാ വന്നത്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നിനക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവനെ പിശാചേ എന്നെ വിട്ടു പോന്ന് പറഞ്ഞല്ലേ. കാരണം അവൻ വന്ന ദർശനമുണ്ട്, അവൻ വന്നിരുന്നൊരു നിയോഗമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചത് ദൈവിക നിയോഗങ്ങൾക്കകത്താ. പൗലോസ് ആ നിയോഗം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് ആ നിയോഗം തിരിച്ചറിഞ്ഞു. ആദ്യത്തേതിൽ അവർ തെറ്റിപ്പോയി. പക്ഷെ പിന്നത്തേതിൽ ആ നിയോഗം മനസ്സിലാക്കിയപ്പോൾ അവർ ക്രിസ്തുവിനെ അനുഗമിച്ച് അവന്റെ അനുഗാമികളായി തീർന്നു. ക്രൂശിൽ കടന്ന ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവമെങ്കിൽ ഇറങ്ങി വാ, നീ നിന്നെ തന്നെ രക്ഷിക്ക്, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്ക്. പ്രൂവ് ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. പിശാച് എപ്പോഴും ഇതാ പറയുന്നത് അല്ലേ. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് വന്നെന്താ പറഞ്ഞേ? നീ വാസ്തവമായും ദൈവപുത്രനെങ്കിൽ അല്ലേ. അപ്പോൾ ആദ്യം മുതലേ പിശാചും ദൈവവുമായിട്ടുള്ള ഒരു ഫൈറ്റിനകത്ത് ദൈവത്വത്തെ തെളിയിപ്പിക്കുവാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? ഇതെല്ലാം നിനക്ക് തരാം. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ അനുഭവത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പിശാച് പത്രോസിൽ കൂടെ കടന്നു വന്ന് പറഞ്ഞു, നോ, നീ അങ്ങനെ പോകരുത്. ഹല്ലേലൂയ. ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഹല്ലേലൂയ യേശു കർത്താവ് ഇതിനെയെല്ലാം അതിജീവിച്ചു. നമ്മുടെ ജീവിതത്തിനകത്തെ പ്രലോഭനങ്ങൾ നമ്മെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയും. ആത്മീകമായിട്ട് പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ നടുവിലുള്ള ചില പ്രലോഭനങ്ങളുണ്ട്. ആത്മമണ്ഡലങ്ങൾക്കകത്തേക്ക്, നാം പ്രാർത്ഥനാ മുറികൾക്കകത്തേക്ക് കയറുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന ചില പ്രലോഭനങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ഫോണുണ്ടല്ലോ. ഏറ്റവും വലിയ പ്രലോഭനം അതാ. പ്രാർത്ഥിക്കുവാൻ പോയി ഇരിക്കുമ്പോഴായിരിക്കും ഒരു മെസ്സേജ് വരുന്നത്, ഒരു ഫോൺ വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ മണിക്കൂറുകൾ കണക്കിന് അതിനകത്തായിരിക്കും. ഇനി അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞ് നിർത്തിയ, തോട്ടത്തിൽ തന്നെ ശക്തീകരിക്കുവാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ ഒരു ദൂതൻ. സ്തോത്രം. എന്തിനാ ദൂതൻ വന്നത്? നമുക്കറിയാം, ഏലിയാവ് കിടന്നുറങ്ങിയപ്പം അവനെ തട്ടി ഉണർത്തിയ ഒരു ദൂതനെ കുറിച്ച് നമുക്കറിയാം. ആ ദൂതൻ കൊടുത്ത അട കഴിച്ചുകൊണ്ട് അവൻ 40 രാവും 40 പകലവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് ഓടിയെന്ന് നമ്മൾ കണ്ടു അല്ലേ. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവൻ ഓടിയെത്തി. ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകാനുള്ളൊരു ശക്തി അവൻ ആ ദൂതനാ കൊടുത്തത്, സ്വർഗത്തിൽ നിന്ന് കൊടുത്തു വിട്ടതാ. എന്ന് പറഞ്ഞതുപോലെ രക്തധമനികൾക്കകത്തൂടെ വിയർപ്പ് കണങ്ങൾ രക്തം പോലെ വന്നുകൊണ്ടിരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ക്രൂശ് എടുക്കുവാൻ അവനെ ബലപ്പെടുത്തുന്ന ഒരു വചനവുമായിട്ടായിരിക്കാം ആ ദൂതൻ വന്നത്. ഗത്സമനയിൽ വന്ന ദൂതൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്നില്ല. ആമേൻ. പ്രാർത്ഥനാമുറിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നിന്റെ കഷ്ടതകളുടെ നടുവിൽ ചിലപ്പോൾ ഇറങ്ങി വന്നെന്നിരിക്കത്തില്ല. നീ എവിടെ വെച്ച് പ്രാപിച്ചോ ആ പ്രാപിച്ച ആത്മബലം കൊണ്ട് വേണം ചിലതിനെ നേരിടുവാൻ. കാരണം അവൻ നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി, നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തു. അവൻ്റെ അധികാരം നമ്മുടെ മേൽ പകർന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴടക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ അവൻ നമ്മുടെ മേൽ പകർന്നു. സഭയ്ക്ക് സഭയുടെ ശക്തി അറിയത്തില്ല. ആമേൻ. സഭയുടെ ശക്തി എന്തുവാ? ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തു യേശുവാ. സ്തോത്രം. ദൂതൻ വന്ന് ഉദ്യാനത്തിൽ വെച്ച് അവൻ്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങൾക്കകത്ത് വെച്ച് അവനെ ബലപ്പെടുത്തി. പക്ഷേ പിന്നത്തേതിൽ ക്രൂശ് എടുക്കുവാൻ പിതാവ് തന്നോട് പറഞ്ഞ ആ ദൂതൻ്റെ മുമ്പിൽ അവൻ പിന്നീട് നടന്നത്.
ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാർ പിന്നീട് അവിടെ കാണുന്നില്ല. അവൻ്റെ യൂദ അവനെ ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം അവനിൽ നിന്ന് ഓടിപ്പോയി. യോഹന്നാൻ മാത്രം ക്രൂശിൻ്റെ അടുക്കൽ വന്നു. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിരുന്ന ലാസറിനെ അവൻ ഉയർപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, ലാസറും മാർത്തയും മറിയയും അവിടെ കാണുന്നില്ല. വചനത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അവൻ സ്നേഹിച്ചവരും, ഹല്ലേലൂയ, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരും അവൻ്റെ ക്രൂശിന് മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥയിലേക്ക് ആ ക്രൂശിൻ ചുമന്നവൻ നടന്നു പോകുമ്പോൾ ഒരു കുറേനക്കാരനായ ശിമോനെ നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ അവൻ്റെ ക്രൂശ് ചുമക്കാമായിരുന്നു. പക്ഷേ ക്രൂശ് ചുമക്കുവാൻ കൂടെ നടന്ന ശിഷ്യന്മാരുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ക്രൂശിൻ്റെ അനുഭവം കണ്ടിട്ടില്ലാത്ത ഒരു ഹല്ലേലൂയ കുറേനക്കാരനായ ശിമോന്റെ തോളിലേക്ക് ഈ ക്രൂശ് വെച്ച് കൊടുക്കുമ്പോൾ യേശു അവനെ ഒന്ന് നോക്കി. ആമേൻ. നിർബന്ധത്താൽ ക്രൂശ് ചുമന്നവൻ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തോളിലിരിക്കുന്ന ക്രൂശ് ഏതാ? സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്രൂശുണ്ട്. ആ ക്രൂശ് മുഖാന്തരമായി നാം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരുപക്ഷെ യേശുവിനെ അടിച്ചപ്പോൾ ഉണ്ടായ രക്തത്തുള്ളികളും അവൻ്റെ മാംസ കഷ്ണങ്ങളുമൊക്കെ ശിമോൻ്റെ ദേഹത്ത് വീണ് കാണാം. പക്ഷെ പിന്നത്തേതിൽ വചനം എഴുതിയിരിക്കുന്നു, അലക്സാണ്ടറും റൂഫസും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി. അവൻ്റെ തലമുറ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി തീർന്നു. ഇന്ന് പകൽക്കാലം നോർത്ത് ഡാലസ് ചർച്ച് ഓഫ് ഗോഡിനോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നീ ചുമന്ന ക്രൂശ കാരണമെങ്കിൽ, നിന്റെ പിതാവ് ചുമന്ന ക്രൂശ കാരണമെങ്കിൽ, ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, എന്നെ ആ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ക്രൂശല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ ഹല്ലേലൂയ. തുടർന്ന് വർഷിപ്പ് ടീം ഹല്ലേലൂയ മുമ്പോട്ട് കടന്നു വരാം. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ. ഇതൊരു ഓൾട്ടർ കോളിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ നടന്ന വഴികൾ പലപ്പോഴും അവിടുത്തെ